സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായി പറയാം, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. നമ്മൾ പ്രൊമോഷൻ വീഡിയോ ഒന്നും ചെയ്യാനായിട്ടില്ല. ഇതൊരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ്. ഞാനിതൊരു ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഒരു കൂളിംഗ് ഫാനാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഈ ഫാൻ, കൂളിംഗ് ഫാൻ. രണ്ട് ഫാനാണ് ഇതിനുള്ളത്. ഈ സൈഡിൽ ബട്ടണുണ്ട്, സി പിന്നുണ്ട്. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് റീചാർജബിൾ ആണ്. ഇതിൽ വെള്ളം നിറയ്ക്കാം, ഐസിട്ട് വർക്ക് ചെയ്യും. ഇതിൽ മൂന്ന് എയർ ഹോളുണ്ട്. ഇതിൽ കൂടെ വെള്ളം സ്പ്രേ ചെയ്യുന്നതാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റാണ്. ഇത് ഇതിൻ്റെ ഹാൻഡിലാണ്. ഇവിടെ വെച്ചിട്ട് ഇത് തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. പിന്നെ നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ചാർജ് കുറവായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയത് ഒരു മെനു ബുക്കും അതിനെ പറ്റി പറയുന്നൊരു പേപ്പറുണ്ട്. പിന്നെ 2 റിമോട്ടുകളുണ്ട്, ഒരു കേബിളുണ്ട്. നമ്മൾ മൊബൈൽ ചാർജറിൽ കുത്തി ചാർജ് ചെയ്യുന്നുണ്ട്. സീപ്പിൻ്റെ കേബിൾ. ഇത് ഇതിൻ്റെ മേലെ വെക്കുന്ന അടപ്പാണ്. അപ്പോൾ നമുക്ക് റിമോട്ട് ഇവിടെ ഒരു കവറിങ് ഉണ്ട്. ഇത് റിമൂവ് ചെയ്തിട്ട് ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കാൻ ഇത് കാണോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ താഴത്തെ ഫാൻ വർക്ക് ചെയ്തു. ഇനി അടുത്ത ബട്ടൺ വെക്കാം. നേരത്തെ ഫാന് വർക്ക് ചെയ്യുന്നുണ്ട്, അത് ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ലൈറ്റ് സിസ്റ്റം, അത് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ അത് മേലത്തെ വർക്ക് ചെയ്തു. അടുത്ത ബട്ടണ് ഞെക്കി പിടിക്കുമ്പോൾ താഴത്തെ ലൈറ്റ് നോക്കി, അതൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ നല്ല വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് സ്പ്രേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെള്ളം ഐസ് ബോക്സ് ആണ്, ചെറിയൊരു ബോക്സ്. ഇതിൽ വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ, ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കത് അടച്ച് വെക്കാം. ഇപ്പോൾ റിമോട്ടിൽ ഈ ബട്ടണാണ് ഇതിൻ്റെ വരിക. അതൊന്ന് പ്രസ് ചെയ്ത് നോക്കട്ടെ. അതിൽ വരുന്നുണ്ട്. അത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. വരുന്നുണ്ട്. സ്പ്രേ ചെയ്യുന്നുണ്ട്. ഈ 3 ഹോളിൽ കൂടെ സ്പ്രേ ചെയ്യുന്നുണ്ട്. അത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സ്പ്രേ എല്ലാം ഓക്കെയാണ്. ഇവിടെ ബട്ടൺസ് ഉണ്ട്, അതിലും വർക്ക് ചെയ്യിക്കാം, ഇതിലും വർക്ക് ചെയ്യിക്കാം. പിന്നെ ഓരോരുത്തർ പല ആൾക്കാർ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൽ പറയുന്ന പോലെ വലിയ കാറ്റൊന്നും ഇല്ല. ഇതിൻ്റെ സ്പ്രേ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇതിനെ നമ്മളെ മുഖത്തിന് അടുപ്പിച്ച് വെച്ചാൽ മാത്രമേ ഈ കാറ്റ് കിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഈ സ്പ്രേ കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, തണുപ്പിക്കുകയും കാര്യമൊന്നുമില്ല. പിന്നെ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റീചാർജബിൾ ആയതുകൊണ്ട് തന്നെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അധികം ലോങ്ങിൽ വെച്ചാലും നമുക്ക് കിട്ടില്ല. അപ്പോൾ വാങ്ങുന്നവർ ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ട് വാങ്ങുക. ഇതിന് ഓൺലൈനിൽ ആമസോണിൽ വാങ്ങിയതാണ്. ഇതിന് 800 രൂപയാണ് ഇതിൻ്റെ വില. ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ 1250, 1500 വില കാണുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിയതാണ്. ഒരു പറഞ്ഞ ഫങ്ഷനുള്ള റെഡിയാണ്, പക്ഷേ ആവശ്യത്തിനുള്ള ഒരു കാറ്റൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയാം. ഇതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ വാങ്ങുന്നതിൻ്റെ മുമ്പ്
ശ്രദ്ധിക്കുക. എനിക്ക് ഒരു പ്രയോജനമില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, താങ്ക് യു.